ചെർപ്പശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമുണ്ടാകില്ല. നിലവിലെ രീതി തന്നെ തുടരുമെന്ന് വൈസ് ചെയർമാൻ. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിലിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുനർലേലം നടത്തണമെന്ന അജണ്ടയിലാണ് ട്രാഫിക് പരിഷ്കരണത്തിൽ എന്ത് തീരുമാനമായി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ എന്താണ് കാലതാമസം എന്നായിരുന്നു ചോദ്യം. എന്നാൽ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇനി വലിയ മാറ്റങ്ങളുണ്ടാകില്ലെന്നും നിലവിലെ രീതി തുടരുമെന്നും വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ മറുപടി നൽകി. കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിൽ ബസ്സുകാരും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ലെന്നും ബസ്സുകാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. നമ്മൾ നഗരസഭ വിളിക്കുമ്പോൾ തന്നെ ഒരു ജനപ്രതിനിധി, അത് നമ്മുടെ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിളിക്കും, ബഹുമാനപ്പെട്ട MLA വിളിക്കുക, MLA ഓഫീസിൽ വിളിക്കുക, അവിടെയും ചർച്ച. ആ ചർച്ചയിൽ നമ്മൾ എന്താ പറയണ്ടത്? നഗരസഭയുടെ സ്റ്റാൻഡ് അന്നും ഇന്നും എന്നും പറഞ്ഞു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു ലോക്കൽ ബസ്സുകളെങ്കിലും ഈ പ്രദേശത്ത് കൂടെ വന്നാൽ നമുക്ക് ഏറെ സന്തോഷമാണ്. പക്ഷെ ബസ് ഓണേഴ്സ് ഇതിനൊന്നും തയ്യാറല്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞ അവരൊരു കാര്യം ഞങ്ങളെ വരുമ്പോ ഒന്നായിട്ട് വരും. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നായിട്ട് വരുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അതിനെ അംഗീകരിക്കില്ല. കാരണം അത്ര ശ്വാസം മുട്ടിയിട്ട് ഇവിടെയുള്ള ട്രാഫിക്കിന്റെ ഗതികേട് അനുഭവിച്ചവരാ. ആ ഗതികേട് അനുഭവിച്ചപ്പോ നമ്മൾ ഇവിടുന്ന് കുറെ ആൾക്കാർ ജനപ്രതിനിധികളെ വോട്ടിലേക്ക് വോട്ടിയിട്ടും എങ്ങനെ അത് തീർക്കണം എന്ന് നിയമപാലകരുടെ സഹായത്തോടു കൂടി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വന്നാലും ഒരു പോലീസുകാരൻ പോലും അവിടെ വന്ന് നിൽക്കാൻ. അങ്ങനെ വരുമ്പോ എന്തുണ്ട്, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലെ ലോക്കൽ ബസ്സുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന ബസ് ഓണേഴ്സിനേക്ക് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാനാണ്. അല്ലാണ്ട് ഒരു മാറ്റത്തിലും ഈ ഭരണസമിതി മാറ്റമില്ല എന്ന് തുടരണം. ഇതോടെ ഭരണസമിതി തന്നെ ഇക്കാര്യത്തിൽ ഇരുതട്ടിലാണെന്ന പ്രതിപക്ഷം കുറ്റപ്പെടുത്തി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. വിഷയത്തിൽ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. നഗരസഭ ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്തമല്ല, പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ചെർപ്പശ്ശേരിയിലെ ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഭരണസമിതിക്ക് ആവില്ലെങ്കിൽ അങ്ങനെ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ ഇറങ്ങിപ്പോകും. തുടർച്ചയായിട്ട് ആദ്യം ചെർപ്പശ്ശേരിയിലെ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും എല്ലാ വിഭാഗം ആളുകളെയും പ്രയാസത്തിലാക്കിയ ഈ ട്രാഫിക് പരിഷ്കാരം പിൻവലിക്കണം, ആവശ്യമായ ചർച്ച നടത്തണമെന്ന് ഞങ്ങൾ പലതവണ ഈ നഗരസഭാ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ട് ചെറുവിരലനക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കൗൺസിൽ ഏറ്റവും പുതിയൊരു പ്രതിഭാസം, ചെർപ്പുളശ്ശേരിയിലെ നഗരസഭാ ഭരണസമിതി രണ്ട് തട്ടിലാണ്, രണ്ട് പക്ഷമാണ്. കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പ്രശ്നം പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞത് ചാനൽ റിപ്പോർട്ട് ചെയ്തതാ. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായി എന്താണ് വൈസ് ചെയർമാൻ പറഞ്ഞത്? ഒരു കാരണവശാലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പരിഹരിക്കാൻ, ലഘൂകരിക്കാൻ ഒരു നടപടിയും ഈ ഭരണസമിതി എടുക്കില്ല എന്നാ ഞങ്ങൾ ആര് പറയണതാ വിശ്വസിക്കേണ്ടത്? പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലേലം വിളിച്ചയാൾ മുങ്ങിയ സാഹചര്യത്തിൽ ഈ ലേലം റദ്ദാക്കി പുനർലേലം നടത്താനും കൗൺസിൽ തീരുമാനിച്ചു. ആദ്യം ലേലം വിളിച്ചയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.